നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. മെഡിക്കൽ ഇൻഫ്ലേഷൻ ഡാറ്റ ഇന്ത്യയിൽ 14%. അതായത് ഓരോ 5 വർഷവും ഒരു ഹോസ്പിറ്റലിൽ ഒരു ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ ആ ട്രീറ്റ്മെന്റിന്റെ കോസ്റ്റ് 5 വർഷം കൊണ്ട് ഇരട്ടി തുകയാകുന്നു എന്നർത്ഥം. നമ്മുടെ കംപ്ലീറ്റ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ സേവിങ്സ് ആണെങ്കിലും നമ്മുടെ കയ്യിലുള്ള എന്ത് അസറ്റ് ആണെങ്കിലും ഇന്ന് നമ്മൾ വിറ്റ് ചികിത്സ നടത്തേണ്ട ഒരു അവസ്ഥയാണ് ഹോസ്പിറ്റൽ ബില്ലിൻ്റെ കേസസിൽ വരുന്നത്. ഹെൽത്ത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചാനലിൽ ഞാൻ 2 വീഡിയോസ് അപ്ലോഡ് ചെയ്തിരുന്നു. അതിൽ ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 10 കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോ. ഏകദേശം 33,000 പേര് വാച്ച് ചെയ്ത ഒരു വീഡിയോ ആയിരുന്നു അത്. അതിനുശേഷം ഞാൻ അതിൻ്റെ സെക്കൻഡ് പാർട്ട് ചെയ്തത് ഒരു മികച്ച ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി എങ്ങനെ നമുക്ക് കണ്ടെത്താമെന്നുള്ളതാണ്. കാരണം കമ്പനി നന്നാകുകയും നമ്മൾ എടുക്കുന്ന പോളിസി നന്നാവുകയും ചെയ്യുമ്പോൾ നാളെ നമുക്കൊരു ക്ലെയിം വരുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ പുറകെ സമയം ചെലവഴിക്കേണ്ടി വരില്ല, നമുക്ക് അതിൻ്റെ പുറകെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. ഈ സീരീസിലെ ഏറ്റവും അവസാനത്തെയും അല്ലെങ്കിൽ 3ാമത്തോ ആയിട്ടുള്ള വീഡിയോ ആണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് നമുക്ക് അർഹതപ്പെട്ടിട്ടുള്ള ഒരു ക്ലെയിം ഉണ്ടെങ്കിൽ ആ അർഹതപ്പെട്ട ക്ലെയിം ഇൻഷുറൻസ് കമ്പനി എന്തെങ്കിലും റീസൺസ് പറഞ്ഞുകൊണ്ട്, ഞാൻ പറയുന്നത് വാലിഡ് അല്ലാത്ത ഒരു റീസൺ പറഞ്ഞുകൊണ്ട് നമ്മുടെ ക്ലെയിം റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ ആ എമൗണ്ട് നമുക്ക് തന്നേ പറ്റൂ. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് പ്രധാനപ്പെട്ടിട്ടുള്ള 7 അതോറിറ്റികളെ നമുക്ക് സമീപിക്കാനായിട്ട് പറ്റും. പക്ഷേ 7 അതോറിറ്റികൾ നമ്മൾ സമീപിക്കുമ്പോൾ സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2 അങ്ങനെ പോയി സ്റ്റെപ്പ് 7 വരെയുള്ള 7 സ്റ്റെപ്പുകളിലൂടെ നമുക്ക് സഞ്ചരിച്ചിട്ട് നമുക്ക് അർഹതപ്പെട്ട ക്ലെയിം വാങ്ങിച്ചെടുക്കാനായിട്ട് പറ്റും. സ്വാഭാവികമായിട്ടും ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലോട്ട് വരുന്ന ഒരു ചിന്തയാണ്, ഇത്രയും ഒക്കെ ചെയ്ത് ഇതിൻ്റെ പുറകെ നടക്കുമ്പോൾ സമയം മെനക്കെടല്ലേ? സത്യമാണ്, ഡെഫിനറ്റായിട്ടും അത് നമുക്ക് സമയം മെനക്കെടാണ്, നമ്മുടെ എഫേർട്ടും മെനക്കെടാണ്. പക്ഷേ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് മുന്നേ സഞ്ചരിച്ചവർ, നമ്മുടെ പൂർവികര്, അവർ പല കേസുകൾക്കും വേണ്ടി വോയിസ് ഉയർത്തി സംസാരിച്ചത് കൊണ്ടാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഇത്തരത്തിലുള്ള എല്ലാ ഫെസിലിറ്റീസുകളും നമുക്കുള്ളത്. അതുകൊണ്ട് നമുക്ക് അർഹതപ്പെട്ടിട്ടുള്ള ഒരു കാര്യം നമുക്ക് തടഞ്ഞു വെക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും നമ്മൾ അതിനെതിരെ വോയിസ് ഉയർത്തണം. എന്നാലേ നമ്മുടെ വരുന്ന ജനറേഷനെ ഇതിലും ഒരു ബെറ്ററായ ഒരു ലൈഫ് നയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ പ്രധാനപ്പെട്ടിട്ടുള്ള 7 കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെക്ക് ചെയ്യുന്നത്. അതായത് ഏതെല്ലാം മാർഗങ്ങളിലൂടെ, ഈ പ്രധാനപ്പെട്ട 7 മാർഗങ്ങളിലൂടെ നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് റിജക്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ക്ലെയിമിൻ്റെ എമൗണ്ട് നമുക്ക് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് തിരിച്ച് എടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. സ്റ്റെപ്പ് നമ്പർ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായ, അതായത് ഈ കംപ്ലൈൻറ്റിന് ആവശ്യമായ ഡോക്യുമെന്റ്സ് നമ്മൾ റെഡിയാക്കി വെക്കണം എന്നുള്ളതാണ്. ഡോക്യുമെന്റ്സ് റിക്വയർഡ്, എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് വേണ്ടതെന്നുള്ള നമ്മൾ ചെക്ക് ചെയ്യാൻ പോകണം. അതിൽ ആദ്യമായിട്ട് വേണ്ടത് നമ്മുടെ ഇൻഷുറൻസ് എടുക്കുമ്പോഴുള്ള നമ്മുടെ പോളിസി ഡോക്യുമെന്റ്, അതാണ് നമ്പർ 1. ഇപ്പോൾ പോളിസി ഡോക്യുമെന്റ് ചില ആളുകളുടെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ടാവും. ഡെഫിനറ്റ്ലി നിങ്ങൾ ഏത് മാസമാണോ പോളിസി എടുത്തിട്ടുള്ളത് ആ മാസം നിങ്ങളുടെ ഇമെയിൽ ID ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പോളിസി ഡോക്യുമെന്റ് കണ്ടെത്താൻ പറ്റും. ഇനി നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് കോൺടാക്ട് ചെയ്യുക. നിങ്ങളൊരു ഏജൻറ്റ് വഴിയാണ് എടുത്തില്ലെങ്കിൽ ആ ആളെടുത്ത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പോളിസി ഡോക്യുമെൻ്റ് എടുത്തു തരാൻ പറ്റും. ഇനി 2ാമത്തെ ഡോക്യുമെൻ്റ് വേണ്ടത് റിജക്ഷൻ ലെറ്റർ. റിജക്ഷൻ ലെറ്റർ, അതായത് നമ്മളൊരു ക്ലെയിം ഇപ്പോൾ ക്യാഷ്ലെസ് ഹോസ്പിറ്റലായിട്ട് പോയിട്ട് നിങ്ങൾ ആ ഹോസ്പിറ്റലിൽ ക്ലെയിം സബ്മിറ്റ് ചെയ്തു, ചിലപ്പോൾ അത് റിജക്റ്റ് ചെയ്യാം. ഇനി അതല്ല നിങ്ങൾ റീഇംബേഴ്സ്മെൻറ്റിന് വേണ്ടി സബ്മിറ്റ് ചെയ്തു, അപ്പോഴും ക്ലെയിം റിജക്റ്റ് ചെയ്യും. അപ്പോൾ എന്തുകൊണ്ട് ക്ലെയിം റിജക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു ഇമെയിൽ തരണം അല്ലെങ്കിൽ ഒരു ലെറ്റർ തരണം, അതിൻ്റെ കോപ്പി ഉണ്ടായിരിക്കണം. 3ാമത് ഹോസ്പിറ്റൽ ബിൽസ് ആൻഡ് റിപ്പോർട്ട്സ്. ഇവിടെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഡോക്ടേഴ്സ് എഴുതിയിട്ടുള്ള എല്ലാ ഡോക്യുമെൻസും, അതായത് ഡോക്ടേഴ്സ് എഴുതിയിട്ടുള്ള എല്ലാ പ്രിസ്ക്രിപ്ഷൻസും നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ലാബുകളുടെ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ, ലാബ് ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിപ്പോർട്ട് ഉണ്ടായിരിക്കണം. ഏതെങ്കിലും രീതിയിലുള്ള സ്കാനിങ്ങോ മറ്റു കാര്യങ്ങളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിപ്പോർട്ട് ഉണ്ടായിരിക്കണം. ഫാർമസി ബില്ല് ഒഴിച്ച് ബാക്കി മിക്ക സാധനങ്ങളും നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഫാർമസി ബില്ല് എടുത്ത് സൂക്ഷിച്ചിരുന്നാലും നല്ലത് തന്നെ. ഞാൻ പറഞ്ഞത് പരമാവധി ഡോക്യുമെൻ്റ് സൂക്ഷിക്കാൻ പറ്റുന്നു അത്രയും ഡോക്യുമെൻറ്റ്സ് സൂക്ഷിക്കുക. ഹോസ്പിറ്റലിൽ കയറി കഴിഞ്ഞാൽ ഒരു ഫയൽ നമ്മുടെ കയ്യിൽ വെക്കുക, ആ ഫയൽ എല്ലാ ഡോക്യുമെൻറ്റ്സും ഉണ്ടായിരിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ നമുക്കത് ആവശ്യം വരും, അതുകൊണ്ടാണ്. ഇനി 3ാമത് വേണ്ടത് ക്ലെയിം ഫോമിൻ്റെ കോപ്പി.
അതായത് ക്ലെയിം ഫോമിൻ്റെ കോപ്പി മീൻസ് എന്താ പറയുക, നമ്മളൊരു ക്ലെയിം സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഫോം ഫില്ല് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ നമ്മൾ ഇൻഷുറൻസിൻ്റെ നമ്മളെ കാർഡ് കൊടുക്കുന്ന സമയത്തും അവിടെയുള്ളൊരു ഫോമിൽ നമ്മൾ സൈൻ ചെയ്യും. അങ്ങനെ സൈൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് കയ്യിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഇനി നമ്മൾ റീഇംബേഴ്സ്മെൻറ്റിന് കൊടുക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ ഇമെയിൽ അയക്കുകയാണെങ്കിൽ ആ ഇമെയിലിൻ്റെ ഒരു കോപ്പി, ഇത് ഓപ്ഷനിലാണ്, ഇത് മാൻഡേറ്ററി അല്ല, പക്ഷേ ഇത് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ക്ലെയിം സബ്മിറ്റ് ചെയ്തു എന്നുള്ളതിനുള്ള ഒരു പ്രൂഫാണത്. ഇനി എനി കമ്മ്യൂണിക്കേഷൻ വിത്ത് ഇൻഷുറൻസ് ഓർ എനി തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഇൻഷുറൻസ് കമ്പനിയായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്തിട്ടുണ്ടോ, ഞാൻ പറയുന്നത് ഫോൺ വിളിച്ച് ഓഫീസിൽ പോയതൊന്നല്ല, അതിന് നമുക്ക് പ്രൂഫ് കാണിക്കാൻ പറ്റില്ല, ഇമെയിൽ വഴി എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രൂഫ് വേണം. അതുകൊണ്ടാണ് എല്ലാ കമ്മ്യൂണിക്കേഷനും റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആക്കി എടുക്കാനായിട്ട് നോക്കുക. നമ്മൾ എഴുതി അയക്കുന്നത് പോലെയുള്ള കമ്മ്യൂണിക്കേഷൻ ആകുമ്പോൾ നാളെ നമുക്ക് എന്തെങ്കിലും ഒരു തെളിവ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എടുത്തു വെക്കാനായിട്ട് പറ്റും. പക്ഷേ ഈ 5 കാര്യങ്ങൾ, അതിൽ 4-മത്തത് ഓപ്ഷണലാണ്, 5-മത്തത് ഉണ്ടെങ്കിൽ എടുത്തു വെക്കാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ആദ്യത്തെ 3 കാര്യങ്ങൾ നിർബന്ധമായിട്ടും നമ്മൾ ഈ പ്രോസസ്സിന് ഇറങ്ങുമ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. സ്റ്റെപ്പ് നമ്പർ 1 നമ്മൾ ഡോക്യുമെന്റ് കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്ന സ്റ്റെപ്പ് നമ്പർ 2 സ്റ്റെപ്പ് നമ്പർ 2, ഈ ഡോക്യുമെന്റ്സ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇൻഷുറൻസ് കമ്പനിയുടെ സപ്പോർട്ട് ഡെസ്കിനെ നമ്മൾ കോണ്ടാക്ട് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കിതിൽ കോണ്ടാക്ട് ചെയ്യാൻ നമുക്ക് 3-4 മെത്തേഡ്സ് ഉണ്ട്. ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇമെയിൽ അയക്കാം, രണ്ടാമത് ഫോൺ വിളിക്കാം, മൂന്നാമത് അവരുടെ ഓഫീസിൽ പോയിട്ട് നമുക്ക് ഡയറക്റ്റ്ലി വിസിറ്റ് ചെയ്യാം. പക്ഷെ ഇതിൽ ബെസ്റ്റ് വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമെയിൽ അയക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കസ്റ്റമർ സപ്പോർട്ടിൽ വിളിച്ചിട്ട് ഫോൺ വിളിച്ചിട്ട് നമുക്ക് സംസാരിക്കാം. പക്ഷേ അതൊരു എവിഡൻസ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ ഒരു ഇമെയിൽ അയച്ചു കഴിഞ്ഞാൽ നിങ്ങളത് റിട്ടൺ ഇമെയിലാണ്. അപ്പോൾ ഇമെയിൽ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റെപ്പ് 2 വർക്കായില്ലെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് 3 പോകണം. അപ്പോൾ സ്റ്റെപ്പ് 3 ചോദിക്കും, നിങ്ങൾ സ്റ്റെപ്പ് 2 ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കാണിച്ചു കൊടുക്കാനുള്ള ഏറ്റവും വലിയ തെളിവെന്ന് പറയുന്നത് ഇമെയിൽ സപ്പോർട്ട് ഡെസ്കിന് അയക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇമെയിൽ അയക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഈ കമ്പനിയുടെ ഇമെയിൽസ് നമുക്ക് എവിടെ നിന്ന് കിട്ടും എന്നുള്ളതാണ് നമുക്ക് നോക്കാവുന്നത്. നമ്മുടെ ക്ലെയിം ഏതെങ്കിലും കാരണം കൊണ്ട് റിജക്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ സമീപിക്കേണ്ടത് ഇൻഷുറൻസ് കമ്പനിയാണ്. അതാണ് കോണ്ടാക്ട് ദി ഇൻഷുറൻസ് കമ്പനി. കോണ്ടാക്ട് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറയുന്നത് റിട്ടൺ ഇമെയിലാണ്. അപ്പോൾ ഓരോ ഇൻഷുറൻസ് കമ്പനികൾക്കും അതിൻ്റേതായ സപ്പോർട്ട് ഡെസ്ക് ഉണ്ടായിരിക്കും. ആ സപ്പോർട്ട് ഡെസ്കിലോട്ട് നമ്മൾ ഇമെയിൽ അയക്കണം. ഇമെയിൽ അയക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഇൻഷുറൻസിൻ്റെ നമ്പർ നമ്മൾ മെൻഷൻ ചെയ്യണം. നമ്മുടെ കയ്യിൽ നമ്മൾ സ്റ്റെപ്പ് നമ്പർ 1 നിന്ന് കളക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാ ഡോക്യുമെൻസും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അത് ആ ഇമെയിലിൽ അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ അവർക്ക് ഇമെയിൽ അയക്കണം. ഇനി നമ്മൾ ഒരുപാട് ടൈപ്പ് ഓഫ് കമ്പനികൾ നമുക്ക് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ കമ്പനികളുടെയും ഇമെയിൽ ID കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ IRDA കൊടുത്തിട്ടുള്ള ഈ ലിങ്ക് ഉപയോഗിക്കാം. ഈ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നോട്ട് ചെയ്ത് വെക്കുകയും ചെയ്യാം. നമുക്ക് 15 ദിവസത്തിനകത്ത് ഈ കമ്പനി നമുക്ക് കൃത്യമായ ആൻസർ തരാൻ ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ്. സ്റ്റെപ്പ് നമ്പർ 2 15 ദിവസത്തിനകത്ത് ഉത്തരം കിട്ടിയില്ല എങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും സ്റ്റെപ്പ് നമ്പർ 3 പോകാം. ഇനി എങ്ങനെയാണ് നമ്മുടെ ഈ കമ്പനിയുടെ ഇമെയിൽ IDs കണ്ടുപിടിക്കുന്നത്? കാരണം നമുക്ക് ഇമെയിൽ അയക്കണമെങ്കിൽ ഒരു ഇമെയിൽ ID കിട്ടണമല്ലോ. അതെങ്ങനെയാണ്? നമ്മൾ IRDA വെബ്സൈറ്റിൽ നമ്മൾ കണ്ടെത്താൻ പോകുന്നു. സോ ഞാൻ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തു. നൗ വി ആർ അറ്റ് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ നിൽക്കുന്നു. നമുക്ക് എല്ലാ ഇൻഷുറൻസ് കമ്പനികളുടെയും ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പോർട്ടലാണ് IRDA ഈ പോർട്ടൽ എന്ന് പറയുന്നത്. നമ്മുടെ ഇൻഷുറൻസ് കമ്പനി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെർച്ച് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാനൊരു എക്സാമ്പിളിന് വേണ്ടിയിട്ടൊരു കമ്പനി എടുക്കുകയാണ്. ആ കമ്പനി മികച്ചതാണെന്നോ മോശമാണെന്നോ അങ്ങനെ യാതൊരു രീതിയിലുള്ള ഒരു ക്രിറ്റിസിസവും ഇല്ല, ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടി മാത്രം പറയുന്നു. Ctrl+F ഞാൻ സെർച്ച് ചെയ്യുന്നു. സ്റ്റാർ ഹെൽത്ത് ഇതാ ഈ കമ്പനി ഇവിടെ വരുന്നു. ഈ കമ്പനിയുടെ വെബ്സൈറ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നു. യെസ്, ഇറ്റ്സ് ഗോയിങ് ടു ദാറ്റ് വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റിനകത്ത് ഗ്രീവൻസ് റിട്ടൻസൽ സിസ്റ്റം, അതായത് ഇവരുടെ കംപ്ലയിൻറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം, ഇങ്ങോട്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കമ്പനിയുടെയും മോസ്റ്റ്ലി അതിൻ്റെ താഴെ ആയിരിക്കും ഇത് ഉണ്ടാകുന്നത്. ലെവൽ 1 ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് നമ്പർ 2 എന്ന് പറയുന്നത്. ഡോക്യുമെന്റ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ എംപ്ലോയീസിനെ നമ്മൾ കോൺടാക്ട് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് നമ്മുടെ ക്ലെയിം റിജക്റ്റ് ചെയ്തത് എന്നുള്ള കൃത്യമായ ആൻസർ നമുക്ക് കിട്ടുന്നു, അല്ലെങ്കിൽ ക്ലെയിം പ്രോസസ്സ് ചെയ്ത് തരണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു.
ഇത് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നത് ഈ മെയിൽ വഴിയാണ്. support@starhealth.in എന്ന് പറയുന്ന എല്ലാ കമ്പനികൾക്കും അതിൻ്റെ ഒരു സപ്പോർട്ട് ഡെസ്ക് ഇമെയിൽ ഉണ്ടായിരിക്കും. ആ ഇമെയിൽ ഐ ഡിയിലോട്ട് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള എല്ലാ ഡോക്യുമെൻസും അറ്റാച്ച് ചെയ്തുകൊണ്ട് നമ്മുടെ പോളിസി നമ്പർ നിർബന്ധമായിട്ട് മെൻഷൻ ചെയ്യണം. ക്ലെയിം നമ്പർ ഉണ്ടെങ്കിൽ അതും കൂടി മെൻഷൻ ചെയ്തിട്ട് ഇവർക്ക് നമ്മൾ ഇമെയിൽ അയക്കണം. 15 ദിവസത്തിനകത്ത് നമുക്ക് കൃത്യമായ ഉത്തരം തന്നേ പറ്റൂ. ഇല്ല എങ്കിൽ നമ്മുടെ അടുത്ത ലെവലിലോട്ട് ഈ കംപ്ലൈൻറ്റിനെ എടുക്കുന്നു എന്നർത്ഥം. ഇനി സ്റ്റെപ്പ് നമ്പർ 3. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ കമ്പനിക്ക് മെയിൽ അയച്ചു. 15 ദിവസത്തിനകത്ത് ആ കമ്പനി നമ്മുടെ ഇഷ്യൂ സോൾവ് ചെയ്യണം. ഒന്നുകിൽ ക്ലെയിം പ്രോസസ്സ് ചെയ്ത് തരണം. ഇനി പ്രോസസ്സ് ചെയ്ത് തന്നില്ല എങ്കിൽ സ്റ്റെപ്പ് നമ്പർ 3 പോകും. എന്താണ് സ്റ്റെപ്പ് നമ്പർ 3? കമ്പനിൻ്റെ ഉള്ളിൽ ഓഫീസേഴ്സ് ഉണ്ടാവും. നമുക്കറിയാം അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ്, അതിൽ പല കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ടാവും. അപ്പോൾ ആ കമ്പനിയുടെ ഉള്ളിൽ തന്നെ നമുക്ക് എസ്കലേറ്റ് ചെയ്യാൻ പറ്റും. എസ്കലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം അയക്കുമ്പോൾ ഈ ഇമെയിൽസ് എല്ലാം നോക്കുന്നത് അവിടെയുള്ള വളരെ താഴ്ന്ന ഗ്രേഡിലുള്ള നോർമൽ ഗ്രേഡിലുള്ള എംപ്ലോയീസ് ആയിരിക്കും. എസ്കലേറ്റ് ചെയ്യുമ്പോൾ ആ ഇമെയിൽസ് നോക്കുന്നത് അവിടെയുള്ള സീനിയർ എംപ്ലോയീസ് ആയിരിക്കും. അപ്പോൾ സീനിയർ എംപ്ലോയീസിനടുത്തോട്ട് ആദ്യം നമ്മൾ സ്റ്റെപ്പ് 2 ചെയ്തിട്ട് നമുക്ക് 15 ദിവസത്തിനകത്ത് നമ്മുടെ പ്രോബ്ലം സോൾവ് ആയില്ല എങ്കിൽ മൂന്നാമത്തെ സ്റ്റെപ്പായിട്ടുള്ള ആ ഇൻഷുറൻസ് കമ്പനിയുടെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? എസ്കലേഷൻ ചെയ്യണം. ആ എസ്കലേഷൻ ചെയ്യുന്നതും നമ്മൾ ഇമെയിൽ വഴിയാണ്. അതാണ് നമ്മൾ സ്റ്റെപ്പ് 3 ചെയ്യുന്നത്. സ്റ്റെപ്പ് നമ്പർ 2 നമ്മൾ ഇൻഷുറൻസ് കമ്പനിയുടെ അടുത്ത് ചോദിച്ചു, എന്തുകൊണ്ട് എൻ്റെ ക്ലെയിം റിജക്റ്റ് ചെയ്തു, എൻ്റെ ക്ലെയിം എനിക്ക് പ്രോസസ്സ് ചെയ്ത് തരണമെന്ന് ചോദിച്ചു. 15 ദിവസത്തിനുള്ളിൽ കൃത്യമായ ഉത്തരം നമുക്ക് കിട്ടിയേ പറ്റൂ. ഉത്തരം കിട്ടിയില്ല എങ്കിൽ ഈ കമ്പനിയുടെ ഉള്ളിലുള്ള അടുത്ത സീനിയർ ഓഫീസേഴ്സിന് നമ്മുടെ കംപ്ലൈൻറ്റ് എസ്കലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് എസ്കലേറ്റ് വിത്തിൻ ദ ഇൻഷുറൻസ് കമ്പനി. നമ്മൾ ഇൻഷുറൻസ് കമ്പനിയായിട്ടാണ് സംസാരിക്കുന്നത്. നമുക്കിവിടെ വേണ്ടത് ഇമെയിൽ വഴി നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഓൺലൈൻ ഫോമുകളും ചില കമ്പനികൾ തരാറുണ്ട്. ഇതുവഴിയും നമുക്ക് നമ്മുടെ ഈ എസ്കലേഷൻ പ്രോസസ്സ് മൂന്നാമത്തെ സ്റ്റെപ്പ് ചെയ്യാന്നുള്ളതാണ്. ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഒന്നാമത്തെ സ്റ്റെപ്പിൽ നിങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ള, അതായത് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ അവിടെ കോണ്ടാക്ട് ചെയ്തു, അവർക്ക് ഇമെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. ആ ഇമെയിൽ നമ്മൾ പ്രിൻ്റ് എടുത്തോ PDF ആയിട്ടോ സ്കാൻ ചെയ്തോ നമ്മുടെ കയ്യിൽ വെച്ചിട്ട് മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഈ സീനിയർ ഓഫീസേഴ്സിന് ഇമെയിൽ അയക്കുന്ന സമയത്ത്, ഇവരുടെ എസ്കലേഷൻ ടീമിന് ഇമെയിൽ അയക്കുന്ന സമയത്ത് രണ്ടാമത്തെ സ്റ്റെപ്പിൽ ചെയ്ത ഡോക്യുമെൻറ്റും കൂടി എക്സ്ട്രാ വെക്കണം എന്നർത്ഥം. നമ്മൾ ആദ്യം കളക്ട് ചെയ്ത ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അതുകൂടാതെ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടി ആ സ്റ്റെപ്പ് നമ്പർ 2 നമ്മൾ ഇമെയിൽ അയച്ചിട്ടുള്ള ഇമെയിലിൻ്റെ കോപ്പി കൂടി ഇതിനകത്ത് വെക്കുക. ഇനി ഈ എസ്കലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ വേറൊരു ടീമിനാണ് മെയിൽ അയക്കുന്നത്, സപ്പോർട്ട് ടീമിനല്ല. അവരുടെ ഇമെയിൽ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അല്ലെങ്കിൽ അവർക്ക് ഒന്നെങ്കിൽ ഇമെയിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ഫോം ഉണ്ടാകും, അതുവഴി നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ ഇമെയിൽ ഐഡിയിലോട്ട് നമുക്കൊരു ഓട്ടോ ട്രിഗർ ഇമെയിൽ വരികയും ചെയ്യും. ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ IRDAൻ്റെ വെബ്സൈറ്റിൽ നമ്മൾ പോകുന്നു, ഇതുവഴി നമ്മൾ ഇതിനെ കണ്ടുപിടിക്കുന്നു. നമ്മൾ വീണ്ടും അതേ വെബ്സൈറ്റിൽ വന്നു, നമുക്ക് സ്റ്റെപ്പ് 3 ചെയ്യണം. അതായത് കസ്റ്റമർ സപ്പോർട്ടിന് ഇമെയിൽ അയച്ചു, നമുക്ക് ആൻസർ കിട്ടിയില്ല, നമ്മൾ എസ്കലേറ്റ് ചെയ്യാൻ പോകണം. ഇതേ ലിങ്കിൽ വന്നു, നമ്മുടെ കമ്പനി ഇവിടെ സെർച്ച് ചെയ്യുന്നു. ഞാനിവിടെ സ്റ്റാർ ഹെൽത്ത് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നു. സ്റ്റാർ ഹെൽത്തിൽ വരുന്നു, നമ്മൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു, നമ്മൾ സ്റ്റാർ ഹെൽത്തിൻ്റെ ഇതിൽ പോകുന്നു. ഇതിൽ നിങ്ങൾക്ക് കാണാം ലെവൽ 1 നമ്മൾ ഓൾറെഡി സപ്പോർട്ട് ടീമിന് ഇമെയിൽ അയച്ചു, നമുക്ക് റിപ്ലൈ ഒന്നും കിട്ടിയില്ല. അടുത്ത ലെവലിലോട്ട് നമ്മൾ പോകുന്നു. ഇതിനകത്ത് തന്നെ ഇത് കാണിക്കുന്നുണ്ട് കൃത്യമായിട്ട് ലെവൽ 2. ഇവിടെ ലെവൽ 2 പോകുന്ന സമയത്ത് ഇവർ നമുക്ക് ഇമെയിൽ ID അല്ല കൊടുത്തിട്ടുള്ളത്, ഇൻസ്റ്റഡ് അവരൊരു ഓൺലൈൻ അപ്ലിക്കേഷൻ ഫോമാണ് കൊടുത്തിട്ടുള്ളത്. അത് ഓരോ കമ്പനി ടു കമ്പനി വ്യത്യാസപ്പെടും. ചിലർ ഇമെയിൽ ID തരും, ഓൺലൈൻ ഫോമും തരും, ചിലർ ഓൺലൈൻ ഫോം മാത്രമേ തരുള്ളൂ. സോ എന്താണോ നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത് അത് യൂസ് ചെയ്യുക. ഇമെയിൽ ഉണ്ടെങ്കിൽ ഇമെയിൽ യൂസ് ചെയ്യാൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ മാത്രം ഓൺലൈൻ ഫോമിലോട്ട് പോവുക. ഇവിടെ നോക്കണം, നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും റെഫറൻസ് നമ്പർ. അതായത് നമ്മുടെ മുന്നത്തെ നമ്മൾ സ്റ്റെപ്പ് നമ്പർ 1 നമ്മൾ ഇമെയിൽ അയക്കുമ്പോൾ നമുക്കൊരു റെഫറൻസ് നമ്പർ അല്ലെങ്കിൽ ഒരു ടിക്കറ്റ് നമ്പർ നമുക്ക് കിട്ടും. അതിവിടെ കൃത്യമായിട്ട് നമ്മൾ മെൻഷൻ ചെയ്യണം. ഇതിൻ്റെ അർത്ഥം നിങ്ങൾ ലെവൽ 1 കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് എന്നർത്ഥം. ബാക്കി നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം ചെയ്യാം. നമ്മുടെ ആവശ്യമായ അറ്റാച്ച്മെൻറ്റ്, പഴയതിൽ നിന്നുള്ള ഇമെയിൽ ഉണ്ടെങ്കിൽ അത് അറ്റാച്ച് ചെയ്യാം. നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും അറ്റാച്ച് ചെയ്യുക. നമ്മൾ ഈ ഫോമിനെ ഇവിടെ സബ്മിറ്റ് ചെയ്യാം. ഇതോടുകൂടി നമ്മുടെ ഇഷ്യൂ സീനിയർ ഓഫീസറുടെ കയ്യിൽ എത്തുന്നു. ഇനി നമ്മൾ കടക്കുന്നത് സ്റ്റെപ്പ് 4 ലോട്ടാണ്.
ഇപ്പൊ സ്റ്റെപ്പ് 3ലും നമ്മുടെ പ്രശ്നങ്ങൾ സോൾവ് ആയില്ല എങ്കിൽ സ്റ്റെപ്പ് 4ൽ നമ്മൾ ചെയ്യുന്നത് ഓരോ ഇൻഷുറൻസ് കമ്പനിക്കും അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു ഗ്രീവൻസ് ഓഫീസർ ഉണ്ടായിരിക്കും. ഗ്രീവൻസ് ഓഫീസർ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന ഈ ഫസ്റ്റത്തെ 1ാമത്തെ സ്റ്റെപ്പും കഴിഞ്ഞ് 2ാമത്തെ സ്റ്റെപ്പും കഴിഞ്ഞ് 3ാമത്തെ സ്റ്റെപ്പിലിരിക്കുന്ന ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഓഫീസർ, ഈ പ്രോബ്ലത്തിന്റെ ഏറ്റവും ടോപ്പ് ലെവലിൽ ഇരിക്കുന്ന ആള്. സോ അദ്ദേഹത്തിനടുത്തോട്ട് നമുക്ക് ഈ ക്ലെയിം റിപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ നമ്മുടെ സ്റ്റെപ്പ് നമ്പർ 3 നമ്മൾ സീനിയേഴ്സ് ഓഫീസേഴ്സിന് എസ്കലേറ്റ് ചെയ്തു. അവിടെ നമുക്കൊരു ആൻസർ കിട്ടില്ലെങ്കിൽ നമ്മൾ പോകുന്നത് കംപ്ലൈൻറ്റ് മാത്രം ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടായിരിക്കും. ഇതാണ് ഈ ഗ്രീവൻസ് ഓഫീസർ എന്ന് പറയുന്നത്. ഈ ഗ്രീവൻസ് ഓഫീസർ അടുത്തോട്ട് നമ്മൾ ക്ലെയിം പോകുന്നു. നമ്മൾ വിചാരിക്കുന്ന പോലെ ഫസ്റ്റ് ലെവലിൽ ചെയ്തു, സെക്കൻഡ് ലെവലിൽ ചെയ്തു, തേർഡ് ലെവലിലോട്ട് നമ്മൾ പോകുന്ന സമയത്ത് ഡെഫിനറ്റായിട്ടും ഈ ഗ്രീവൻസ് ഓഫീസർ ഇവിടെ സീനിയേഴ്സ് ഓഫീസറിനടുത്ത് ഡെഫിനറ്റ്ലി ക്വസ്റ്റ്യൻ ചെയ്യും. എന്തുകൊണ്ട് അവർ ഈ ക്ലെയിം കൃത്യമായ സമയത്ത് പ്രോസസ്സ് ചെയ്തില്ല, എന്താണ് അതിലുള്ള പ്രശ്നമെന്ന് ഇവർ കൃത്യമായി ഇവാലുവേറ്റ് ചെയ്യും. കാരണം ഗ്രീവൻസ് ഓഫീസറെ ലെവലിലോട്ട് എത്തുന്ന സമയത്ത് അതൊരു ടോപ്പ് ലെവലിലായി ആ ഒരു ഇഷ്യൂ വരുന്നത്. സോ ഡെഫിനറ്റായിട്ടും അതിൻ്റേതായ സീരിയസ്നെസ്സോട് കൂടിയായിരിക്കും ആ ഇഷ്യൂ എടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഗ്രീവൻസ് ഓഫീസറെ കോൺടാക്ട് ചെയ്യുന്ന സ്റ്റെപ്പിൽ വന്നു. നമ്മൾ വീണ്ടും IRDAയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വരുന്നു, നമ്മുടെ കമ്പനി കണ്ടുപിടിക്കുന്നു. ഇവിടെ നമ്മൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു, നമ്മൾ കമ്പനീൻ്റെ വെബ്സൈറ്റിലോട്ട് എത്തുന്നു. ഇവിടെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ സ്റ്റെപ്പ് നമ്പർ 1ൽ ചെയ്തത് എംപ്ലോയീസിനെ കോൺടാക്ട് ചെയ്തു, സീനിയർ ഓഫീസറെ കോൺടാക്ട് ചെയ്തു. നമ്മൾ സ്റ്റെപ്പ് നമ്പർ 3ലോട്ടാണ് പോകുന്നത്. ഇവിടെ കൃത്യമായി എഴുതിയിട്ടുണ്ട് ഗ്രീവൻസ് റിഡ്രസൽ ഓഫീസർ എന്ന്. ഇത് ഗ്രീവൻസ് സെല്ലിനെയാണ് നമ്മൾ കോൺടാക്ട് ചെയ്യാൻ പോകുന്നത്. നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഓൺലൈൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ, ഓൺലൈൻ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇമെയിൽ യൂസ് ചെയ്യാം. ഞാൻ എപ്പോഴും പ്രിഫറബിൾ ചെയ്യുന്നത് ഇമെയിലാണ്. കാരണം നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായ നമ്മുടെ സെൻഡ് ബോക്സിൽ ഇമെയിൽ അത് ഉണ്ടായിരിക്കും. നാളെ എന്തെങ്കിലും ഒരു ആവശ്യം, അടുത്ത ലെവൽ ഓഫ് എസ്കലേഷൻ ആവശ്യമെന്നാൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ നമുക്കൊരു ഓൺലൈൻ ഫോം കാണാൻ പറ്റും. ഈ ഫോം കൃത്യമായ രീതിയിൽ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക. അതുകൂടാതെ ആരാണ് ഇപ്പോൾ സ്റ്റാർ ഹെൽത്തിൻ്റെ ഒബൻസ്മെൻസ് അല്ല, ഗ്രീവൻസ് ഓഫീസർ ആരാണെന്നും അദ്ദേഹത്തിൻ്റെ അഡ്രസ്സും അദ്ദേഹത്തിൻ്റെ ഇമെയിൽ ഐ ഡിയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഇമെയിൽ ഐ ഡിയിലോട്ട് ഇമെയിൽ അയച്ചിട്ടും കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാം. ഈ 4ാമത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി ഇൻഷുറൻസ് കമ്പനിയുടെ അടുത്ത് നമ്മൾ പരമാവധി അതിൻ്റെ ഹയർ ഒഫീഷ്യൽസ് വരെ നമ്മൾ പോയി നമുക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്നിട്ടും നമ്മുടെ ക്ലെയിം പ്രോസസ്സ് ചെയ്യുന്നില്ല. നമുക്ക് അർഹതപ്പെട്ട ക്ലെയിം ആണെന്ന് ഓർക്കണം. അർഹതപ്പെട്ട ക്ലെയിം പ്രോസസ്സ് ചെയ്യുന്നില്ല എങ്കിൽ ഇൻഷുറൻസ് കമ്പനിയായിട്ടുള്ള കോണ്ടാക്ട്സ് നമ്മൾ അവിടെ വെച്ച് നിർത്തുന്നു. ഇനി നമ്മൾ പോകുന്നത് ഇതിൻ്റെ ഏറ്റവും മുകളിലോട്ടാണ്. അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കുകളെ നിയന്ത്രിക്കുന്നത് പോലെ ഇൻഷുറൻസ് കമ്പനികളെ നിയന്ത്രിക്കുന്ന ഗവൺമെന്റ് അതോറിറ്റിയാണ് IRDI, ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഈ IRDAക്ക് ഒരു പോർട്ടലുണ്ട്, ഓൺലൈൻ പോർട്ടലുണ്ട്. ബീമ ഭറോസ എന്നാണ് അതിൻ്റെ പേര്. ഈ ബീമ ഭറോസ പോർട്ടലിൽ നമുക്ക് കംപ്ലൈൻറ്റ് ഇൻഷുറൻസ് കമ്പനിക്കെതിരെ റൈസ് ചെയ്യാനായിട്ട് പറ്റും. ഈ കംപ്ലൈൻറ്റ് പോർട്ടലിനെ IRDA വിളിക്കുന്നത് ഇൻ്റഗ്രേറ്റഡ് ഗ്രീവൻസ് മാനേജ്മെന്റ് സിസ്റ്റം എന്നാണ്. അപ്പം ഈ IGMS എന്ന് പറയുന്ന ഈ പോർട്ടൽ വഴി, ബീമ ഭറോസ ആണ് ഇപ്പം അതിൻ്റെ പുതിയ പേര്, ഇതുവഴി നമുക്ക് ഇൻഷുറൻസ് കമ്പനിക്കെതിരെ കംപ്ലൈൻറ്റ് റൈസ് ചെയ്യാം. ഇതൊരു ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമാണ്. നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഓൺലൈൻ ഫോം സബ്മിറ്റ് ചെയ്ത് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അതർ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇമെയിൽ വഴിയും ഈ പറയുന്ന IRDAക്ക് ഇൻഷുറൻസ് കമ്പനിക്കെതിരെ കംപ്ലൈൻറ്റ് റൈസ് ചെയ്യാൻ പറ്റും. ഇതാണ് സ്റ്റെപ്പ് നമ്പർ 5. 4 സ്റ്റെപ്പിലും നമുക്കൊരു സൊല്യൂഷൻ കിട്ടിയില്ല എങ്കിൽ മാത്രം നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് 5ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. 2 രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും, ഇമെയിൽ ഓപ്ഷൻസും അല്ലെങ്കിൽ ഓൺലൈൻ ഓപ്ഷൻസും. ഇവിടെ ഇപ്പോൾ ഇത്തരത്തിലുള്ള കേസസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺലൈൻ പോർട്ടൽ IRDA ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ബീമ ഭറോസ എന്ന് പറയുന്നത്. ഈ ബീമ ഭറോസ എന്ന് പറയുന്ന ഓൺലൈൻ പോർട്ടൽ നമുക്ക് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ഓപ്ഷനായിട്ട് complaints@irdi.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റും യൂസ് ചെയ്യാം. നമ്മൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നത് വഴി ബീമ ഭറോസ എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിൽ വന്നു, ഒരു ഓൺലൈൻ ഫോമിൽ വന്നു. നിങ്ങളുടെ കൃത്യമായിട്ട് കാണാൻ പറ്റും ഗ്രീവൻസ് റിഡ്രസൽ പോർട്ടൽ. നമുക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഇൻഷുറൻസ് കമ്പനി നമ്മുടെ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും നമുക്ക് പ്രോപ്പറായിട്ടുള്ള റിപ്ലൈ തരുന്നില്ലെങ്കിൽ ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് ഓഫ് അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. അതാണ് ബീമ ഭറോസ. ഇതൊരു ഓൺലൈൻ ആപ്ലിക്കേഷനാണ്. കൃത്യമായിട്ട് നിങ്ങൾ ഇവിടെ നിങ്ങളുടെ ആവശ്യമായ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ ഫില്ല് ചെയ്യാം.
പക്ഷേ ഇതിൽ നിങ്ങൾക്ക് പോളിസി നമ്പർ ഉണ്ടെങ്കിൽ ആ പോളിസി നമ്പർ മെൻഷൻ ചെയ്യാം. പക്ഷേ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ സ്റ്റെപ്പ് നമ്പർ 2 ഇൻഷുറൻസ് കമ്പനിയെ കോൺടാക്ട് ചെയ്തു, സ്റ്റെപ്പ് നമ്പർ 3 നിങ്ങൾ അതിനെ എസ്കലേറ്റ് ചെയ്തു, സ്റ്റെപ്പ് നമ്പർ 3 നിങ്ങൾ റിഡ്രസൽ ഓഫീസറെ നിങ്ങൾ കോൺടാക്ട് ചെയ്തു. അപ്പോൾ 2, 3, 4 എന്ന് പറയുന്ന 3 സ്റ്റെപ്പിൽ നിങ്ങൾ ഇമെയിൽ വഴിയൊക്കെ ഇവരെ കോൺടാക്ട് ചെയ്തു. ആ ഇമെയിലിൻ്റെ കോപ്പി ഇവിടെ നിർബന്ധമായിട്ടും അറ്റാച്ച് ചെയ്യുക. നിങ്ങളുടെ മെഡിക്കൽ ഡോക്യുമെൻസും കാര്യങ്ങളും അത് അറ്റാച്ച് ചെയ്യുക. നമ്മൾ ഫസ്റ്റ് ലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ഡോക്യുമെൻസും, നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ ഡോക്യുമെൻസും ഇവിടെ പ്രോപ്പറായിട്ട് അറ്റാച്ച് ചെയ്ത് ഈ കംപ്ലൈൻറ്റ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. ഈ കംപ്ലൈൻറ്റ് സ്റ്റാറ്റസ് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റാറ്റസും നമുക്ക് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. എന്താണ് ഇതിൻ്റെ പ്രോഗ്രസ്, ഇത് എങ്ങനെ നടക്കുന്നു, എന്തൊക്കെയാണ് IRDA നമുക്ക് വരുന്ന റിപ്ലൈ എന്ന് നമുക്ക് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട് ഈ ബീമ ഭറോസ കംപ്ലൈൻറ്റ് രജിസ്റ്റർ അല്ലെങ്കിൽ കംപ്ലൈൻറ്റ് ഗ്രീവൻസ് റിഡൻസൽ പോർട്ടൽ വഴി നമുക്ക് സാധിക്കുന്നതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് പ്രോപ്പർ റെസ്പോൺസ് ഇല്ലെങ്കിൽ നമുക്ക് പോകാൻ പറ്റുന്ന വഴി. IRDAൻ്റെ കയ്യിൽ നിന്നും നമുക്ക് കൃത്യമായ ഉത്തരം ലഭിച്ചില്ല എങ്കിൽ നമുക്ക് പോകാൻ പറ്റുന്ന 6ാമത്തെ സ്റ്റെപ്പാണ് ഇൻഷുറൻസ് ഒംബുഡ്സ്മാന്റെ പോർട്ടലിൽ കംപ്ലൈൻറ്റ് റൈസ് ചെയ്യുക എന്നുള്ളത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ക്ലെയിം എമൗണ്ട് 50 ലക്ഷത്തിൽ താഴെയാണെങ്കിലാണ് ഇൻഷുറൻസ് ഒംബുഡ്സ്മാൻ ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. 50 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ സ്റ്റെപ്പ് 6 എന്ന് പറയുന്ന ഈ സ്റ്റെപ്പ് ചെയ്യാതെ നമ്മൾ ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പായിട്ടുള്ള ഫൈനൽ സ്റ്റെപ്പിലോട്ട് നമ്മൾ മൂവ് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഒംബുഡ്സ്മാൻ ഓഫീസറെ കോൺടാക്ട് ചെയ്യുന്നു. ഒംബുഡ്സ്മാൻ ഓഫീസറിനെ കോൺടാക്ട് ചെയ്യുമ്പോൾ കംപ്ലൈൻറ്റ് 1 ഇയറിനുള്ളിൽ നമ്മൾ റൈസ് ചെയ്യണം. നമ്മളെ കംപ്ലൈൻറ്റ് 1 ഇയറിന് മുകളിലാണെങ്കിൽ ഇത് എടുക്കില്ല. ഡെഫിനറ്റ്ലി നമ്മളെ ക്ലെയിം എമൗണ്ട് 50 ലക്ഷത്തിൽ താഴെ ആയിരിക്കണം. 50 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ്ലി സ്റ്റെപ്പ് നമ്പർ 7ലോട്ട് പോകുന്നു. നമുക്ക് ഒംബുഡ്സ്മാൻ ഓഫീസറെ കോൺടാക്ട് ചെയ്യാനുള്ള ലിങ്കാണ് ഈ കൊടുത്തിട്ടുള്ളത് CIOINS.co.in എന്ന് പറയുന്ന ഈ വെബ്സൈറ്റ്. നമ്മുടെ 6ാമത്തെ സ്റ്റെപ്സ്, ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ നിന്നും നമുക്ക് കൃത്യമായ ഉത്തരം ലഭിക്കുന്നില്ല എങ്കിൽ നമുക്ക് പോകാൻ പറ്റുന്നതാണ് ഇൻഷുറൻസ് ഒംബുഡ്സ്മാൻ എന്ന് പറയുന്നത്. അതായത് ഇൻഷുറൻസിൻ്റെ ഈ കംപ്ലൈൻറ്റുകൾ ഹാൻഡിൽ ചെയ്യുന്ന ഏറ്റവും മുകളിലുള്ള ഹയസ്റ്റ് അതോറിറ്റിയാണ് ഒംബുഡ്സ്മാൻ എന്ന് പറയുന്നത്. നമ്മുടെ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന വഴി നമ്മൾ ഒംബുഡ്സ്മാൻ്റെ ഈ വെബ്സൈറ്റിൽ വന്നു. CIOINS എന്നാണ് ഇതിൻ്റെ പേര്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും ഓൺലൈൻ ക്ലിക്ക് ഹിയർ ടു രജിസ്റ്റർ ദി കംപ്ലൈൻറ്റ്സ്. നമുക്ക് ആ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത് വഴി നമ്മൾ ഈ CIOൻ്റെ ഗ്രീവൻസ് റിഡ്രസൽ പോർട്ടൽ വന്നവരും ഇതാണ് ഇൻഷുറൻസ് ഒംബുഡ്സ്മാൻ എന്ന് പറയുന്നത്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ ഇഷ്യൂ എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ട് മാറും. ഓക്കെ, ഞാൻ അവിടെ മൊബൈൽ നമ്പർ കൊടുത്തു. ആ മൊബൈൽ നമ്പറിലോട്ട് എനിക്കൊരു OTP വന്നു. ഞാൻ OTP അടിച്ചു. OTP അടിച്ചതിന് ശേഷം നമ്മൾ ഒംബുഡ്സ്മാൻ ഓഫീസറിനടുത്തോട്ട് പോകുമ്പോൾ നമുക്കുള്ള ഏറ്റവും വലിയൊരു ബ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇൻഷുറൻസ് എടുത്തിരിക്കുന്നത് ഒരു ബ്രോക്കറുടെ കയ്യിൽ നിന്നാണ്. ആ ബ്രോക്കറുടെ കയ്യിൽ നിന്നാണ് നിങ്ങൾക്ക് പ്രോബ്ലം എങ്കിൽ നിങ്ങൾക്ക് അതിവിടെ ഇൻഷുറൻസ് ബ്രോക്കർ എന്ന് സെലക്ട് ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾക്ക് ഇൻഷുറൻസ് കമ്പനി എന്നാണ് നിങ്ങളുടെ റിയൽ പ്രശ്നമെങ്കിൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് കമ്പനി എന്നും സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ ആവശ്യം അതനുസരിച്ച് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇൻഷുറൻസ് കമ്പനി എന്ന് സെലക്ട് ചെയ്യുന്നു. സേവ് ആൻഡ് കണ്ടിന്യൂ എന്ന് കൊടുക്കുന്നു. കണ്ടിന്യൂ കൊടുക്കുന്നതോട് കൂടി ഞാൻ അതിൻ്റെ ഇൻഷുറൻസ് കമ്പനിക്ക് എതിരെയുള്ള പ്രോബ്ലംസിലോട്ട് വരുന്നു. നമ്മുടെ ഫുള്ള് ഡീറ്റെയിൽസ് ഇവിടെ ഫില്ല് ചെയ്യുക. സേവ് ആൻഡ് കണ്ടിന്യൂ എന്ന് പറഞ്ഞിട്ട് ഈ ആപ്ലിക്കേഷൻ ഓരോ സ്റ്റേജിലോട്ട് പോകും. ഡീറ്റെയിൽസ് ഓഫ് കംപ്ലൈൻറ്റ് കൊടുക്കണം. നമ്മുടെ എല്ലാ ഡോക്യുമെൻസും നമ്മൾ അപ്ലോഡ് ചെയ്യണം. നമ്മുടെ ഡിക്ലറേഷൻ നമ്മൾ കൊടുത്ത് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ഇൻഷുറൻസ് കമ്പനിയുടെ ഉള്ളിൽ നമ്മൾ എംപ്ലോയിനെ കോൺടാക്ട് ചെയ്തു, സീനിയർ എംപ്ലോയീസിനെ കോൺടാക്ട് ചെയ്തു, ഗ്രീവൻസ് ഓഫീസറെ കോൺടാക്ട് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ 5ാമത്തെ സ്റ്റെപ്പിലോട്ട് വന്നപ്പോൾ IRDAനെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തു. ഇൻ്റഗ്രേറ്റഡ് കംപ്ലൈൻറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ നമ്മൾ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തു ബീമ ഭറോസയിൽ. അത് കഴിഞ്ഞ് നമ്മൾ 6ാമത്തെ സ്റ്റെപ്പിലോട്ട് വന്നപ്പോൾ നമ്മൾ ഇൻഷുറൻസ് ഒംബുഡ്സ്മാൻ ഓഫീസറെ നമ്മൾ കോൺടാക്ട് ചെയ്യുന്നു. നമ്മുടെ ഇഷ്യൂസ് നമ്മൾ പറയുന്നു. ഈ 6 കാര്യങ്ങളിൽ നിന്നും നമുക്ക് കൃത്യമായ ഉത്തരം ലഭിച്ചില്ല എങ്കിൽ നമ്മൾ അവസാനം പോകേണ്ടത് 7ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് കൺസ്യൂമർ കോർട്ടിലോ അല്ലെങ്കിൽ സിവിൽ കോർട്ടിലോ നമുക്ക് കേസ് ഫയൽ ചെയ്യാം എന്നുള്ളതാണ്. കൺസ്യൂമർ കോർട്ടാകുമ്പോൾ ഡിസ്ട്രിക്റ്റ് സ്റ്റേറ്റ് വൈസിലെല്ലാം കൺസ്യൂമർ കോർട്ടുകൾ ഉണ്ട്. നമുക്ക് തന്നെ നേരിട്ട് പോയി പരാതി കൊടുത്ത് ഈ കേസ് കോർട്ടിന്റെ മുന്നിലോട്ട് എടുക്കുക എന്നുള്ളതാണ് ഇതിൽ വരുന്നത്. ഇനി സിവിൽ കോർട്ട് കേസസ് വരുന്നത് ഹയർ എമൗണ്ടുകൾ വരുന്ന സമയത്ത്, ഞാൻ നേരത്തെ പറഞ്ഞാൽ 50 lakhs എബോ ഒക്കെ വരുന്ന കേസിൽ കൺസ്യൂമർ കോർട്ടിന് പകരം നമ്മൾ സിവിൽ കോർട്ടിലായിരിക്കും കേസ് ഫയൽ ചെയ്യുന്നത്.
ഇൻഷുറൻസ് കമ്പനി നമുക്ക് അനുവദിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് വാലിഡ് ആയിട്ട് തരേണ്ട ക്ലെയിം തടഞ്ഞു വെക്കുകയാണെങ്കിലാണ് നമ്മൾ ഈ സ്റ്റെപ്പുകളിലൂടെ പോകുന്നത്. പക്ഷെ ശ്രദ്ധിക്കുക, ഒരു ഇൻഷുറൻസ് കമ്പനി നമ്മുടെ ക്ലെയിം റിജക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമുക്ക് മുൻകരുതലായിട്ട് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് പറയുന്നത്. കൃത്യമായി പെന്നും പേപ്പർ എടുത്ത് നോട്ട് ചെയ്യാം. റീഡ് ദ പോളിസി ഡോക്യുമെന്റ് കെയർഫുള്ളി. നമ്മൾ മിക്കവാറും ആളുകൾ പോളിസി ഡോക്യുമെന്റ് വായിക്കാറില്ല. നമ്മൾ ചെയ്യുന്ന വലിയൊരു തെറ്റ് തന്നെയാണത്. കാരണം ഈ ചെറിയ ലെറ്റേഴ്സിൽ എഴുതുന്ന സാധനം നമ്മൾ ഈ പറഞ്ഞ പോലെ വലിയ കണ്ണാടി വെച്ച് വായിച്ചു കഴിഞ്ഞാൽ കാണാവുന്ന ഇത്രയും ഈ ചെറിയ ലെറ്ററിൽ എഴുതുന്ന സംഭവങ്ങൾ നമ്മൾ വായിക്കാറില്ല. പക്ഷെ അതിനൊരു സമയം കണ്ടെത്തി ഇന്ന് നമുക്ക് ഒരുപാട് നമുക്ക് ടാബുകളും മൊബൈൽ ഫോണുകളും എല്ലാം നമുക്ക് സൂം ചെയ്ത് കൃത്യമായ രീതിയിൽ ഇത് വായിച്ച് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. അതിനുവേണ്ടി ഒരു സമയം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. രണ്ടാമത്, ഇൻഷുറൻസ് എടുക്കുമ്പോൾ മിക്ക ആളുകളും ചെയ്യുന്ന ഒരു തെറ്റാണ് രണ്ടാമത്തെ പോയിന്റ്. നമ്മുടെ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനിനെ PED എന്ന് പറയും. കൃത്യമായി നമ്മൾ ഡിക്ലെയർ ചെയ്യുക. ഇന്ന് വളരെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയിട്ടുള്ള ഷുഗർ ആണെങ്കിലും കൊളസ്ട്രോൾ, പ്രമേയം, അതേപോലെ തന്നെ തൈറോയിഡ് ഇഷ്യൂസ്, ഇതെല്ലാം ഇന്ന് വളരെ കോമൺ ആണ്. സോ നമുക്ക് കൃത്യമായ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ, നമ്മൾ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, സർജറികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായി ഡിക്ലെയർ ചെയ്ത് എടുക്കുക. നമ്മളിത് മറച്ചു വെച്ച് ഇൻഷുറൻസ് എടുത്താൽ നമ്മൾ വിചാരിക്കും നമ്മൾ ഭയങ്കര ഇൻ്റലിജൻ്റ് ആണ്. പക്ഷേ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മളെക്കാൾ ഇൻ്റലിജൻ്റ് ആണ് ഇൻഷുറൻസ് കമ്പനികൾ. അതുകൊണ്ട് കൃത്യമായി ഡിക്ലെയർ ചെയ്ത് സത്യസന്ധമായിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക. മൂന്നാമത്തത്, നമുക്കൊരു ക്ലെയിം വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്യാഷ്ലെസ് ഹോസ്പിറ്റൽ ആണെങ്കിൽ വളരെ പെട്ടെന്ന് ആ ഹോസ്പിറ്റൽസിനെ ഇമീഡിയറ്റ് ആയിട്ട് അത് അറിയിക്കുക. അവിടുത്തെ ഇൻഷുറൻസ് ഡെസ്കുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെ ആ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് പണം ഹോസ്പിറ്റലിൽ പോകും. ഇനി റീഇംബേഴ്സ്മെൻ്റ് ആണെങ്കിൽ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്ത് വന്ന ഉടനെ മാക്സിമം ഒരു 30 ദിവസത്തിനുള്ളിലെങ്കിലും ഈ ക്ലെയിം പെട്ടെന്ന് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി സബ്മിറ്റ് ചെയ്യാം. ഇനി ചില കേസിൽ ഇതിന് ഐഡിയൽ ടൈം എന്ന് പറയുന്നത് 30 ദിവസമാണ്. പക്ഷേ ചില കേസുകൾ സംഭവിക്കുന്നത് നമുക്ക് വളരെ വളരെ വലിയൊരു കാലം നമുക്ക് ഹോസ്പിറ്റലിൽ ഒരു പക്ഷേ നിൽക്കേണ്ടി വന്നേക്കാം, 30 ദിവസത്തോ അതിലധികമോ. അങ്ങനത്തെ വരുന്ന കേസിൽ കൃത്യമായ രീതിയിൽ ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കുക, നമുക്ക് ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്, സോ 30 ദിവസത്തിൽ കൂടുതൽ സമയമെടുക്കും എന്ന് കൃത്യമായ ഡോക്ടർ സർട്ടിഫിക്കറ്റോട് കൂടി അവരെ അറിയിക്കുക. കാരണം 30 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ ചെല്ലുന്ന സമയത്ത് അവർ പറയും ഞങ്ങൾ അറിയിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ആ ക്ലെയിം അവിടെ റിജക്റ്റ് ചെയ്യപ്പെടും. അതുകൊണ്ട് 30 ദിവസത്തിലൊക്കെ കൂടുതൽ ചികിത്സ വരികയാണെങ്കിൽ കൃത്യമായിട്ട് കമ്പനി അറിയിക്കുക. ഇനി അഞ്ചാമത്തെ പോയിന്റ്, എല്ലാ മെഡിക്കൽ ഡോക്യുമെൻസുകളും കൃത്യമായിട്ടുള്ള എല്ലാ മെഡിക്കൽ ഡോക്യുമെൻസുകളും ബില്ലുകളും റെക്കോർഡ്സുകളും കൃത്യമായി ഒരു ഫയൽ സൂക്ഷിക്കുക. ഇൻഷുറൻസിൻ്റെ ക്ലെയിം പ്രോസസ്സ് ചെയ്ത് നമ്മുടെ അക്കൗണ്ടിൽ വരുന്നത് വരെ ഇത് നമുക്ക് ആവശ്യമായിട്ട് വരും. അടുത്തത്, നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ ശ്രദ്ധിക്കുക. ഇന്ന് പലരും നമുക്ക് പെട്ടെന്നൊരു അസുഖം വന്നു, പെട്ടെന്നൊരു ആവശ്യം, നമ്മൾ പെട്ടെന്നൊരു ഹോസ്പിറ്റലിൽ നമ്മൾ ഓടിച്ചെല്ലാനായിട്ട് ശ്രമിക്കുക. അതിൽ തെറ്റില്ല. പക്ഷേ ചിലപ്പോൾ നമ്മളെ ഇൻഷുറൻസ് ആ ഹോസ്പിറ്റലുമായിട്ട് നെറ്റ്വർക്കിങ്ങിൽ ഉണ്ടാവില്ല. ഒന്നുകിൽ അത് പ്രിഫേർഡ് നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ ലിസ്റ്റിൽ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ക്യാഷ്ലെസ് ഹോസ്പിറ്റൽ ലിസ്റ്റിൽ ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് ഇൻഷുറൻസ് കിട്ടില്ല. അപ്പോൾ കൃത്യമായി നല്ല ഇൻഷുറൻസ് കമ്പനി നോക്കി സെലക്ട് ചെയ്യുക, നല്ല ഇൻഷുറൻസ് സെലക്ട് ചെയ്യുക. ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം എന്താ, അവർക്ക് നല്ല നെറ്റ്വർക്ക് ഹോസ്പിറ്റൽസ് ഉണ്ടായിരിക്കും, നല്ല ക്യാഷ്ലെസ് ഹോസ്പിറ്റൽസ് ഉണ്ടായിരിക്കും. നമുക്ക് ഈ ക്ലെയിം ഇതിൻ്റെ പേരിൽ റിജക്റ്റ് ചെയ്തു പോകാനുള്ള ചാൻസസ് വളരെ കുറവാണ്. എപ്പോഴും നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ഏറ്റവും മികച്ച ഇൻഷുറൻസ് കമ്പനികളെ കണ്ടെത്തുക, അതേപോലെ തന്നെ ഏറ്റവും മികച്ച പോളിസി എടുക്കുക. ഈ രണ്ട് കാര്യങ്ങൾ പ്രതിപാദിച്ചുകൊണ്ട് തന്നെ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമ്മുടെ ചാനലിൽ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ 2 ഐ ബട്ടൺസിലും ഈ വീഡിയോ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ വീഡിയോസ് കാണാവുന്നതാണ്. ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു മികച്ച ഹെൽത്ത് ഇൻഷുറൻസ് എല്ലാവർക്കും എടുക്കാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നമുക്കറിയാം ഇപ്പോൾ GST 2.0ൻ്റെ റീഫോർമേഷൻ കാരണം ഇൻഷുറൻസുകൾക്ക് GST എന്ന് പറയുന്നത് ഈ മാസം സെപ്റ്റംബർ 22-ാം തീയതി, ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് 22 സെപ്റ്റംബർ 2025 ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ GST ഇല്ലാതെ ഇൻഷുറൻസ് എടുക്കാൻ പറ്റും. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നോക്കുന്ന ആൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ടൈമാണ്. കാരണം ഒരു ടാക്സും ഇല്ലാതെ ഇത്രയും നാളായിട്ട് നമ്മളൊക്കെ, ഇപ്പം ഞാനാണെങ്കിലും പേഴ്സണലി നമ്മളൊക്കെ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ടാക്സ് അടക്കുന്നതാണ്. പക്ഷെ ടാക്സ് അടക്കാതെ ഇൻഷുറൻസ് കിട്ടുക എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രീമിയത്തിൽ അത്രയും ഡിഗ്രിമെൻറ്റ്സ് വരും. സോ ഒരു നല്ല ഹെൽത്ത് ഇൻഷുറൻസ് ഡെഫിനറ്റ്ലി എല്ലാവർക്കും ഉണ്ടാവട്ടെ. കാരണം നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത, ഒട്ടും നനച്ചിരിക്കാത്ത സമയത്ത് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കംപ്ലീറ്റ് സ്പോയിൽ ചെയ്യുന്നതാണ് ഒരൊറ്റ ഹോസ്പിറ്റൽ ബില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ജേണിയിലെ ഏറ്റവും വളരെ പ്രമുഖമായിട്ടുള്ള വാരൻ ബഫറ്റ് പണ്ട് പറഞ്ഞ പോലെ, നിങ്ങൾ ഒരു സാലറി മാത്രമാണ് നിങ്ങളുടെ വരുമാന സ്രോതസ്സെങ്കിൽ യു ആർ 1 സ്റ്റെപ്പ് എവേ ഫ്രം പോവർട്ടി എന്ന് പറഞ്ഞു.
അല്ലേ? ഒരു സോഴ്സ് മാത്രമാണെങ്കിൽ നമ്മൾ ദാരിദ്ര്യത്തിന് ഒരു സ്റ്റെപ്പ് എവേ ആണ്. അതായത് നമുക്ക് മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെയാണ് ഇന്നൊരു സാധാരണക്കാരുടെ ഒരു കുടുംബം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരൊറ്റ മെഡിക്കൽ ബില്ല്, ഒരു നല്ലൊരു അസുഖം, എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻസ് ആയിട്ട് നമുക്കൊരു മെഡിക്കൽ ബില്ല് വന്നു കഴിഞ്ഞാൽ പോലും നമ്മുടെ കംപ്ലീറ്റ് ഒരു സാധാരണക്കാരൻ്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒറ്റയടിക്ക് തകർന്നു പോകുന്ന അത്രയും ദൂരത്താണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മുടെ വീട്ടിൽ പ്രായമായവരുണ്ടാവും. അവർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് പ്രോപ്പറായിട്ട് എടുക്കാൻ നോക്കുക. ഏറ്റവും ചെറിയ പ്രായത്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ വെയിറ്റിംഗ് പീരീഡിന് പുറത്ത് വരാൻ സാധിക്കും എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. മിക്ക കമ്പനികളിലും 2-3 വർഷമൊക്കെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. അപ്പോൾ ആ വെയിറ്റിംഗ് പീരീഡ് ഏറ്റവും ചെറിയ പ്രായത്തിൽ എടുക്കുക. ഇപ്പം നിങ്ങൾ 20-21 വയസ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളുടെ പേരിൽ നിങ്ങൾ ഇൻഷുറൻസ് ചേർത്ത് വെക്കുക. കാരണം അവർ ചെറിയ പ്രായത്തിൽ എടുക്കുമ്പോൾ അവർ ആ വെയിറ്റിംഗ് പീരീഡിന് പുറത്ത് വളരെ പെട്ടെന്ന് അവർ കടക്കും. നമ്മൾ നല്ല യങ് ഏജിലിരിക്കുമ്പോൾ നമുക്ക് അസുഖങ്ങൾ വരാനുള്ള ചാൻസസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഫ്രീക്വൻസി അസുഖങ്ങൾ വരാനുള്ള ചാൻസസും കൂടുതലാണ്. ആ സമയത്ത് പോയിട്ട് നമുക്കൊരു 60 വയസ്സ് കഴിഞ്ഞു, 50 വയസ്സ് കഴിഞ്ഞു, 55 വയസ്സ് കഴിഞ്ഞു നമുക്ക് ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചുള്ള അവയർനെസ് കൂടിയതുകൊണ്ട് തന്നെ കൂടുതൽ പേര് ഹെൽത്ത് ഇൻഷുറൻസ് ചൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികൾ സിമ്പിളായിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു 5 വർഷം മുന്നൊക്കെ നമ്മൾ പെട്ടെന്നൊരു പോളിസി എടുക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മളൊരു ഏജന്റിനെ വിളിച്ചാലോ മറ്റുള്ളവരെ വിളിച്ചു കഴിഞ്ഞാലോ അവർ നമ്മളെ വിളിച്ച് ശല്യപ്പെടുത്തി ആ പോളിസി എടുപ്പിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒരു പരിധിവരെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. 100% ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. എന്നിരുന്നാൽ പോലും ഇന്ന് ഇത് വളരെ അത്യാവശ്യമായിരിക്കുന്ന ഒരു ഘടകമായതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് കമ്പനി കൃത്യമായ ഹെൽത്ത് ചെക്കപ്പും അല്ലെങ്കിൽ കൃത്യമായ ഈ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസിൻ്റെ ഡിക്ലറേഷനും എല്ലാം നോക്കി പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്തിട്ട് മാത്രമേ ഹെൽത്ത് ഇൻഷുറൻസ് കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് ഏറ്റവും നേരത്തെ എടുക്കാൻ പറ്റുന്നോ അത്രയും നേരത്തെ ഒരു ഇൻഷുറൻസ് പോളിസി എടുത്തു വെച്ച് നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് വരുന്ന ചികിത്സാ ചെലവുകളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ ഇതല്ലാതെ വേറൊരു മാർഗം ഇന്ന് നമുക്ക് ഇന്ത്യയിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. നമുക്ക് അടുത്ത ആഴ്ചകളിൽ അടുത്ത ദിവസങ്ങളിൽ വീണ്ടും മറ്റ് വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.